ഇന്ന് മനസ്സിൽ ഭക്തിയുടെ ഓളങ്ങൾ ഉണർത്തുന്ന കർക്കിടകം 1. രാമായണശീലുകളുമായി ആരംഭിക്കുന്ന പുലരികളും സന്ധ്യകളും നിറഞ്ഞ പുണ്യമാസത്തിന്റെ ആരംഭം. ഈശ്വരചിന്ത നിറഞ്ഞ ക്ഷേത്ര ദർശനങ്ങളും രാമായണ പാരായണവും ഒക്കെയായി ഭക്തിനിർഭരമായ 30 ദിവസങ്ങൾ. ഇത്തവണത്തെ കർക്കിടകം ഓഗസ്റ്റ് 16 വെള്ളിയാഴ്ച അവസാനിക്കും. വിശ്വാസികളെ സംബന്ധിച്ചിടത്തോളം പ്രാർത്ഥനകളുടെയും സമർപ്പണത്തിന്റെയും സമയമാണിത്. രാമായണ പാരായണത്തിലൂടെ ആർജിക്കുന്ന ആത്മജ്ഞാനത്തിലൂടെ ദുർഘടകാലം മറികടക്കാനുള്ള കരുത്ത് സമ്പാദിക്കുവാൻ കഴിയണം. കള്ളക്കർക്കടകമെന്നും പഞ്ഞമാസം എന്നുമൊക്കെ വിളിക്കപ്പെടുമെങ്കിലും ആത്മീയ മാസമാണ് കർക്കിടകം. അന്ധകാരമകറ്റി ജീവിത വെളിച്ചം തെളിയാൻ വഴി തെളിയിക്കുന്നതാകട്ടെ കർക്കിടക മാസം. ആഘോഷങ്ങളോ ഉത്സവങ്ങളോ മറ്റു ചടങ്ങുകളോ ഒന്നുമില്ലാതെ പൂർണ്ണമായും പ്രാർത്ഥനകൾക്കും രാമായണ പാരായണത്തിനും നാലമ്പല ദർശനങ്ങൾക്കുമായി വിശ്വാസികൾ ഈ മാസത്തെ മാറ്റിവെച്ചിരിക്കുകയാണ്. ക്ഷേത്ര ചടങ്ങുകളെ കൂടാതെ വീടുകളിലും രാമായണ പാരായണം നടത്തുന്ന പതിവുണ്ട്. ആയുർവേദ വിധിപ്രകാരം ഒരു മാസക്കാലം ഔഷധ സേവയുടെയും ഉഴിച്ചിൽ മുതൽ പഞ്ചകർമ്മ ചികിത്സകൾ വരെ നീളുന്ന ആരോഗ്യ പരിരക്ഷയുടെയും നാളുകൾ കൂടിയാണ് കർക്കിടകം. ആത്മാവും ശരീരവും ശുദ്ധിയാക്കി ചിങ്ങത്തിന്റെ സമൃദ്ധിയെ സ്വീകരിക്കാനുള്ള ഒരുക്കങ്ങളാകട്ടെ കർക്കിടക മാസം.